ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗായാലോ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം മഴയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു. ഇന്ന് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പം രാവിലെ തന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. രാവിലെ തന്നെ കുക്കിനെ കൊണ്ട് പോളിയോ എടുക്കാൻ പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ പോളിയൊക്കെ എടുത്തിട്ട് പിന്നെ അതുവഴി പയ്യന്നൂർ പോകാനുണ്ടായിരുന്നു. കാരണം തലേന്ന് രാത്രി കുക്കി ചെവിയിൽ ഒരു സാധനം ഇട്ട് കുത്തിയിട്ട് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ENTനെ കാണിക്കണമെന്ന്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഡോക്ടേഴ്സൊന്നുമില്ല. അപ്പോൾ ഒരാൾ അവൈലബിൾ ആയിരുന്നു. ആൾ ഉച്ചവരെ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാണിച്ച സമയത്ത് പറഞ്ഞു ചെറിയൊരു പോറലുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഡ്രോപ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് 2 നേരം ഉറ്റിച്ച് കൊടുത്താൽ മതി, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു, ഇൻഫെക്ഷനൊക്കെ ആവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചത്. എപ്പോഴും വരുന്ന നമ്മൾ അൽബൈക്കിലേക്ക് തന്നെ വന്നിട്ട് നല്ല ചൂട് ബിരിയാണി കഴിച്ചു കേട്ടോ. പുറത്ത് നല്ല ക്ലൈമറ്റും ആയിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ വണ്ടിയുടെ ടയറൊക്കെ ഒന്ന് പഞ്ചറായി പണിയൊക്കെ കിട്ടി. അതൊക്കെ റെഡിയാക്കി തിരിച്ചതാ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നു, കുക്കി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പം അപ്പുറത്തുനിന്ന് കസിൻ മോളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കുക്കിയുടെ അപ്പാപ്പനാണത്. അങ്ങനെ കുറേ നേരം കുക്കി അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ, തോട്ടിൽ വെള്ളമൊക്കെ ആയോ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ മഴക്കാലം പേരേ ഉള്ളൂ, മഴയൊന്നുമില്ല. തിരിച്ചു വരുന്ന സമയത്ത് അമ്മായിയൊക്കെ കൂടെ ചക്കയൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു. ഇവർ വീട്ടിലുള്ള ദിവസം ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. ചക്ക പറിക്കലും കൊത്തലും വേവിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് പിന്നെ വൈകുന്നേരം നമ്മളുടെ ഷൈജോട്ടനുണ്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണത്. അപ്പം പുള്ളി തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് ചെറിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം അവരും വരും. നല്ല രസം ആയിരുന്നു കേട്ടോ. പിന്നെ രാത്രിയായ സമയത്ത് നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഒരാൾ. അപ്പോൾ എഗ് റോസ്റ്റ് ആയിരുന്നു. എഗ് റോസ്റ്റും ദോശയാക്കാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ചോറ് തന്നെ കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്. അങ്ങനെ എല്ലാവരും കൂടെ, അവർക്ക് 2 മക്കളാണ്, പിന്നെ ഇപ്പുറത്ത് തെച്ചു, പിന്നെ നമ്മളെ കുക്കി, അങ്ങനെ എല്ലാവരും കൂടെ പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കുക്കി കുറേ നേരം അവരുടെ കൂടെ കളിക്കും, പിന്നെ TV കാണും, പിന്നെ ഇതിലൊക്കെ നടക്കും. അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് എപ്പോഴും ഒരുപാട് ആൾക്കാരുള്ളതാണ് അവൾക്ക് ഇഷ്ടം. കാരണം കുഞ്ഞിലെ അവൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതായത് എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവൾ അങ്ങനെ ശീലിച്ചുകൊണ്ട് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ആകുമ്പം പകൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അല്ലാത്ത സമയത്ത് അവൾ കളിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിൽ വന്ന് രാത്രി കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞ് സൺഡേ അത്രയേ ഉള്ളൂ. താങ്ക് യു.